തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയെ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. എല്ലാ പ്രേക്ഷകർക്കും ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ദൈവവചനം ശ്രവിക്കുന്ന സർവ്വ മക്കളുടെ മേലും വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ സ്വർഗരാജ്യത്തിൻ്റെ അത്ഭുതമായൊരു ശക്തി, ദൈവരാജ്യത്തിൻ്റെ അത്ഭുതമായൊരു ഇടപെടൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായൊരു അഭിഷേകം, അതിശക്തമായൊരു ഹീലിംഗ് സംഭവിക്കട്ടെ എന്ന് എളിമയോടെ ആരംഭത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, അത് പ്രതീക്ഷിച്ചാൽ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ സംഭവിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. ഞാൻ മണക്കാട് ഇടവകയിലെ അംഗമാണ്. എനിക്ക് 2014 മെയ് മാസത്തിൽ എൻ്റെ വലത് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ മധ്യഭാഗത്തായി ഒരു ബാറ് പോലെ ഒന്ന് കാണുകയും വലതുവശത്തേക്ക് കൃഷ്ണമണി അനക്കാൻ കഴിയാതെ എനിക്ക് വലതുവശത്തേക്കുള്ള കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു. ഞാൻ കണ്ണ് ഡോക്ടറെ കാണിച്ച് പല ടെസ്റ്റുകളും നടത്തി. ഡോക്ടർ പറഞ്ഞു കണ്ണിൻ്റെ കുഴപ്പമല്ല, നെർവിൻ്റെ കുഴപ്പമാണ്, ന്യൂറോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു. ന്യൂറോളജിസ്റ്റിനെ കാണിച്ച് MRI സ്കാൻ എടുത്തപ്പോൾ കണ്ണിന് നെർവിൻ്റെ വീക്ക്നെസ് ആണെന്നും അതിന് 3 മുതൽ 6 ആഴ്ച വരെ മരുന്ന് കഴിച്ചാൽ മാറുമെന്നും പറഞ്ഞു. എന്നാൽ 6 ആഴ്ച കഴിഞ്ഞിട്ടും എനിക്ക് സുഖമുണ്ടായില്ല. ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു നട്ടെല്ലിൽ നിന്നും കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്യണമെന്ന്. ഞാൻ ജൂലൈ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. എനിക്ക് കർത്താവ് പൂർണ്ണമായ സൗഖ്യം നൽകുകയാണെങ്കിൽ ഞാൻ അട്ടപ്പാടി സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് അവിടെ സാക്ഷ്യം നൽകാമെന്ന് തീരുമാനിച്ച് ശക്തമായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ മധ്യത്തുള്ള ബാർ അപ്രത്യക്ഷമാകുകയും കാഴ്ച പൂർണ്ണമായി തിരികെ ലഭിക്കുകയും ചെയ്തു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അപ്പം തന്നെ കണ്ണു തുറന്നപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. വലതുവശത്തോട്ട് തിരിക്കാം, എനിക്ക് ഇടതുവശത്തോട്ട് തിരിക്കാം, എല്ലാ കാഴ്ചയും തിരിച്ചു കിട്ടി. ബുദ്ധിമുട്ടൊക്കെ മാറി, എല്ലാം മാറി. അഭിഷേകാഗ്നിയുടെ സമയത്ത് ആ പ്രാർത്ഥനയുടെ സമയത്ത് തന്നെ ഓൺ ദ സ്പോട്ടിൽ കർത്താവ് അങ്ങോട്ട് സുഖം കൊടുത്താൽ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതമായ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മ അഭിഷേകമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ വലിയ കൃപകൾ അവിടുന്ന് നമ്മുടെ മേൽ വർഷിക്കും. അനുതാപമില്ലാത്ത ഹൃദയങ്ങളിലേക്ക് അവിടുന്ന് അനുതാപം പകരും. വിശ്വാസം നഷ്ടപ്പെട്ട ഹൃദയങ്ങളിലേക്ക് അവിടുന്ന് വിശ്വാസം നൽകും. ദൈവമക്കളെ, 2 കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. നിറയണമേ പരിശുദ്ധാത്മാവേ. വലിയ ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ പതിക്കേണമേ, ഇപ്പോൾ നിറയണമേ. ഞങ്ങളെ വാർത്ത
ഹോളി സ്പിരിറ്റ് നിറച്ചു നീ ഉപയോഗിക്കൂ. mighty anointing. ഞങ്ങളെ വാർത്തെടുക്കൂ. സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അരൂപിയേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശൂന്യതയുള്ള എല്ലാ ഹൃദയങ്ങളിലേക്ക് നിറയണമേ. രോഗമുള്ള ശരീരങ്ങളിലേക്ക് നിറയണമേ. തകർന്ന കുടുംബങ്ങളിലേക്ക് നിറയണമേ. വേദനിക്കുന്ന ആത്മാക്കളിലേക്ക് നിറയണമേ. തഴക്കദോഷമുള്ള ഓരോ ജീവിതങ്ങളിലേക്ക് നിറയണമേ. അരൂപിയേ അരൂപിയേ വചനം കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റാത്ത മക്കളെ ഇപ്പോൾ സഹായിക്കണമേ. എളിയ മക്കളെ സഹായിക്കണമേ. വേദനിക്കുന്ന മക്കളെ സഹായിക്കണമേ. അനേക മക്കൾക്ക് പ്രാർത്ഥിക്കാനും സ്തുതിക്കാനും കൃപ ലഭിക്കുന്നു. തടസ്സങ്ങൾ മാറട്ടെ. കുടുംബങ്ങളുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. പ്രാർത്ഥിക്കാനുള്ള ബന്ധനങ്ങളും തടസ്സങ്ങൾ ഇപ്പോൾ യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ദൈവ ആരാധന ഉയരട്ടെ. പ്രാർത്ഥനാഭിഷേകം ഉയരട്ടെ. ഓ മൈറ്റി അനോയിന്റിംഗ്. രണ്ട് കരങ്ങൾ ഉയർത്തി ആത്മാവിൽ ലയിച്ച് ആരാധിക്കുന്നു. ആരാധന. രാജാവേ, രക്ഷകനേ, പാപമോചകനേ, വിടുതൽ നൽകുന്നവനേ, താങ്ക് യു ജീസസ്. നിറയണമേ, സ്പർശിക്കണമേ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. ഒരുക്കി എന്നെ വാർക്കണമേ. ജീവൻ നൽകി എന്നെ ഉപയോഗിക്കണമേ. സ്നേഹം നിറച്ചെന്നെ അഭിഷേകം ചെയ്യണമേ. സ്നേഹം നിറച്ചെന്നെ അഭിഷേകം ചെയ്യണമേ. അരൂപിയേ, എല്ലാ മക്കളും കണ്ണുകളടച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ പതിക്കേണമേ. പരിശുദ്ധാത്മാവേ ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ. വാഗ്ദാനം ചെയ്യപ്പെട്ട ആത്മാവേ നിറച്ചു നീ ഉപയോഗിക്കൂ. എന്നെ സഹായിക്കണമേ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ. സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. പരിശുദ്ധാത്മാവേ, 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 എല്ലാ കുട്ടികളെയും തൊടണമേ. പരിശുദ്ധാത്മാവേ, തകർന്ന ജീവിതങ്ങളെ സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവേ, പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കുന്ന ഓരോ മക്കളെയും പരിശുദ്ധാത്മാവേ ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. വേദന, രോഗത്തിന്റെ കൊടിയ വേദന അനുഭവിക്കുന്ന മക്കളെ ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതമായൊരു സൗഖ്യം നൽകണമേ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ബാലികാ ബാലന്മാരെ, ശിശുക്കളെ, കൈക്കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. സ്വസ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ നമുക്ക് ശാന്തമായിരിക്കാം. യേശുക്രിസ്തുവിൻ്റെ വാത്സല്യ ഭാഷണങ്ങളായ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇന്ന് നാം ചിന്തിക്കുന്നത് സ്വന്തം നില മറന്ന് ജീവിക്കരുത്. ടേക്ക് കെയർ ടു കീപ് യുവർ ഓൺ പൊസിഷൻ. യൂദാസിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 6-ാം തിരുലിഖിതം, സ്വന്തം നില മറന്ന് തങ്ങളുടേതായ വാസസ്ഥാനം ഉപേക്ഷിച്ച് കളഞ്ഞ ദൂതന്മാരെ മഹാദിനത്തിലെ വിധി വരെ അവിടുന്ന് അന്ധകാരത്തിൽ നിത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് ഓർക്കുക. അതുപോലെ തന്നെ സോദോമിനെയും ഗൊമോറായെയും അവയെ അനുകരിച്ച് ഭോഗാസക്തിയിലും വ്യഭിചാരത്തിലും മുഴുകിയ ചുറ്റുമുള്ള പട്ടണങ്ങളെയും നിത്യാഗ്നിയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി അവിടുന്ന് എല്ലാവർക്കും ഒരു ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നു. Saint Jude chapter 1 verses 6 and 7. And the angels that did not keep their own position but left their proper dwelling have been kept by him in eternal chains in the nether gloom until the judgment of the great day, just as Sodom and Gomorrah and the surrounding cities, which likewise acted immorally and indulged in unnatural lust, serve as an example by undergoing a punishment of eternal fire. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ചുറ്റും നാം കാണുന്ന ഒരു പ്രതിഭാസമാണ് 10 ആൾ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു കുത്തഴിഞ്ഞ ഒരു ജീവിത രീതി. എന്ത് വേണമെങ്കിലും ഭക്ഷിക്കും, എന്ത് വേണമെങ്കിലും പാനം ചെയ്യും, എന്ത് തോന്നിയാസം വേണമെങ്കിലും ചെയ്യും, ഏത് വഴിക്കും നടക്കും, ഏത് രീതിയിലും ഡ്രസ്സ് ധരിക്കും, മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തി ലീവ് ആസ് യു വിഷ്, ഡു വാട്ട് യു ലവ്, ഇത് മാനദണ്ഡമാക്കിയ ഒരു തലമുറയെ, അനേകം വ്യക്തികളെ ഇന്ന് നമുക്ക് ചുറ്റും പലയിടത്തും കാണാൻ പറ്റും. നിയന്ത്രണം ഇഷ്ടമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ജീവിതത്തിൻ്റെ പേരാണ് ഇറലിജിയസ് ലൈഫ്. ഇറലിജിയസ് ലൈഫ്, എ സ്പിരിച്വൽ ഇൻഡിഫറൻസ്. ഐ വിൽ ഡു വാട്ട് എവർ ഐ ലൈക്ക്. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. മക്കളെ, ദൈവത്തിൻ്റെ വചനം ഉത്ബോധിപ്പിക്കുകയാണ്, സ്വന്തം നില മറന്ന് നിങ്ങൾ ജീവിക്കരുത്. We have to keep our own position. സ്വന്തം നില മറന്ന് നിങ്ങൾ ജീവിക്കരുത്. എന്താ ഇതിൻ്റെ അർത്ഥം? ഞാൻ ഇതിനെക്കുറിച്ച് പലതവണ ചിന്തിച്ച്, ഞാൻ ആദ്യം ചിന്തിച്ചുകൊണ്ടിരുന്നത് നമുക്ക് എന്ത് നില, നമ്മൾ വെറും പാവങ്ങൾ, വി ആർ സിമ്പിൾ ക്രീച്ചേഴ്സ്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു. എന്നാൽ ഒരു വിശ്വാസിക്ക്, ഒരു ദൈവ പൈതലിന് ദൈവം അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരമുണ്ട്. ദൈവം അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ജീവിത രീതിയുണ്ട്. അതിന് താഴേക്ക് we should not go down, we should not decline. നമ്മൾ അധപ്പതിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, we have to keep our own position. എബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായം 16-17 തിരുലിഖിതങ്ങൾ, ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ ഏസാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്. Hebrew chapter 12 verse 16, that no one be immoral or irreligious like Esau, who sold his
birthright for a single meal. He sold his birthright for a single meal. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ് കളഞ്ഞ ഏസാവ്. ഇന്ന് നമ്മുടെ സ്ഥിതി എന്താ? ഒരു കുറച്ച് നേരത്തെ സന്തോഷത്തിന് വേണ്ടി, ചില കൂട്ടുകാർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, ചില തരത്തിലുള്ള വരുമാനവും ലാഭവും വീട്ടിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, ആ വരുമാനത്തിന് വേണ്ടി യേശുവിനെ ഉപേക്ഷിക്കാൻ നീ തയ്യാറാണ്. ആ കൂട്ടുകെട്ട് നിലനിർത്താൻ വേണ്ടി നീ യേശുവിൻ്റെ വചനങ്ങൾ തള്ളിപ്പറയാൻ തയ്യാറാണ്. ലോകത്തിൻ്റെ പിന്തുണയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി യേശുവിനെയും യേശുവിൻ്റെ വചനങ്ങളെയും തള്ളിപ്പറയാൻ തയ്യാറാണ് നമ്മുടെ ഹൃദയത്തിൽ പല അവസ്ഥകളിലും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം വീണ്ടും 17-ാം വാക്യത്തിൽ പറയാണ്, പിന്നീട് അവകാശം പ്രാപിക്കാൻ അവൻ ആഗ്രഹിച്ചപ്പോൾ തിരസ്കരിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. പിന്നീട് കണ്ണീരോടെ അവൻ ആഗ്രഹിച്ചു, പക്ഷേ അവനത് തിരിച്ചു കിട്ടിയില്ല, അവനതിന് അവസരം കിട്ടിയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. Verse 17 says like this, for you know that afterward when he desired to inherit the blessing, he was rejected, for he found no chance to repent, though he sought it with great tears. കണ്ണീരോടെ അവൻ ആഗ്രഹിച്ചുവെങ്കിലും അവനത് ലഭിച്ചില്ല. മക്കളെ, അവനത് ലഭിച്ചില്ല. അവൻ്റെ കടിഞ്ഞൂൽ പുസ്തകസ്ഥാനം അവൻ വിറ്റ് കളഞ്ഞു. ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി ദൈവവചനം ലംഘിക്കാൻ ചിലപ്പോൾ നമ്മൾ നിർബന്ധിതരാകും. നമ്മൾ നമ്മുടെ പൊസിഷൻ കീപ്പ് ചെയ്യണം. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു സംഭവം. ഒരപ്പൻ, ഒരമ്മ, ഒരു മകള്, നല്ലൊരു സന്തുഷ്ട കുടുംബം. ദൈവത്തിൻ്റെ വചനം കേട്ട് അന്ന് തൊട്ട് അവർ തീരുമാനമെടുത്തു, ഞങ്ങൾ ഇനി കർത്താവിൻ്റെ വചനം ലംഘിച്ച് ഒരു നേട്ടവും ജീവിതത്തിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മകൾ നല്ല ടോപ്പായി പഠിച്ച് അങ്ങനെ അവർക്ക് കോളേജിൽ പഠിപ്പിക്കാനുള്ള ജോലിയും കിട്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കല്യാണാലോചന വന്നു. അപ്പോൾ അവർ സാബത്ത് ആചരണത്തെക്കുറിച്ച് കേട്ടു. അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഞായറാഴ്ച ഞങ്ങളുടെ കുടുംബം സാബത്ത് ആചരിക്കും. അപ്പോഴാണ് കല്യാണാലോചന. ആ വരൻ പറഞ്ഞു, ഞങ്ങൾ ഞായറാഴ്ച, അദ്ദേഹം ബാങ്ക് മാനേജറാണ്, അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഞായറാഴ്ച അങ്ങോട്ട് ആലോചനയ്ക്ക് വരാം. ഉടനെ തന്നെ ആദ്യം തന്നെ ഈ കുടുംബം ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഞായറാഴ്ച ഇറ്റ് ഈസ് ദ ഡേ ഓഫ് ദി ലോർഡ്, ഇത് കർത്താവിൻ്റെ ദിവസമാണ്, അന്ന് സാബത്ത് ആചരിക്കേണ്ട ദിവസമാണ്. അവർ പറഞ്ഞു, ഞായറാഴ്ച കല്യാണ ആലോചനയോ പെണ്ണ് കാണലോ ഞങ്ങളുടെ കുടുംബത്തിൽ നടത്താൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. കാരണം ഞങ്ങളുടെ കുടുംബം കർത്താവിൻ്റെ വചനം അനുസരിക്കാൻ നിശ്ചയപ്പെടുത്തിയിട്ടുള്ള കുടുംബമാണ്. അതുകൊണ്ട് ഞായറാഴ്ച പ്രാർത്ഥനകളും വചന ശുശ്രൂഷകളും ആത്മീയ കാര്യങ്ങൾ ഒഴിച്ച് ഒന്നും ഈ കുടുംബത്തിൽ കർത്താവ് അനുവദിച്ചിട്ടില്ല. അവർ ആ നിലവാരം കീപ്പ് ചെയ്തു. ദേ കെപ്റ്റ് ദെയർ പൊസിഷൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ ദൈവം അനുഗ്രഹിച്ചു. മറ്റൊരു ദിവസം ദൈവം അവർക്ക് കൊടുത്തു. ഒരു ബാങ്ക് ഹോളിഡേ ഉള്ള ഒരു ദിവസം ദൈവം ക്രമീകരിച്ചു കൊടുത്തു. എല്ലാം നന്നായി മുമ്പോട്ട് പോകാൻ ദൈവം അനുഗ്രഹിച്ചു. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഇതുപോലെ ചെറുതും വലുതുമായ ഒട്ടനവധി കാര്യങ്ങളിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ 100% വിശ്വസ്ത പുലർത്തുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് വിശ്വാസികളുടെ സമൂഹം ഇന്ന് ജീവിക്കുന്നുണ്ട്. ഞാൻ വേറൊരു വ്യക്തിയുടെ അനുഭവം ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വ്യക്തി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിൻ്റെ ഒരു പ്രിയപ്പെട്ട പൈതലാണ്. അപ്പോഴാണ് വ്യഭിചാരത്തിൽ പൂണ്ട് കിടക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ ഈ യാത്ര, നിന്റെ ഈ നടപ്പ് ഇത് പാപകരമാണ്, നീ പാപത്തിലാണ്, നീ അത് ഉപേക്ഷിക്കണം, നീ കർത്താവിൻ്റെ വഴിയിലേക്ക് തിരിയണം. ഉടനെ ആ യുവതി വയലൻ്റായി. ആ യുവതി പറഞ്ഞു, എൻ്റെ കാര്യങ്ങളിൽ അങ്ങനെ പാപമാണെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഞാൻ കേസ് കൊടുക്കും, ഞാൻ നിങ്ങളെ കോടതിയിൽ കയറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ ശുശ്രൂഷകൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ എളിയ ദാസൻ അവിടെ ആ നിലപാട് മയപ്പെടുത്താൻ കൂട്ടാക്കിയില്ല. ആ ദാസൻ ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ആ സ്ത്രീയുടെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, സ്ത്രീയെ, യുവതി, നീ ചെയ്യുന്ന ഈ പാപം
പാപമാണെന്ന് വീണ്ടും ഞാൻ നിന്നോട് തർപ്പിച്ച് പറയുന്നു. നിന്റെ പാപത്തെ നിന്നെ ഓർമ്മപ്പെടുത്തിയിട്ട് ജയിലിൽ പോകണമെങ്കിൽ 100 വട്ടം ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാണ്. കർത്താവിൻ്റെ വചനം ലംഘിക്കുന്നവരെ കർത്താവിൻ്റെ വചനം ലംഘിക്കുന്നവനായി തന്നെയാണ് ഞാൻ പറയാൻ എൻ്റെ കർത്താവ് എനിക്ക് നിർദ്ദേശം തന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരൻ, ആ സമയം ആ യുവതിയുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. അതിന് ഒരു എളിമ കിട്ടി, അതിന് അനുതാപം കിട്ടി, അത് പൊട്ടിക്കരഞ്ഞു. അതിൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകാൻ ദൈവം ഇടവരുത്തി. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, ചെറിയൊരു ഭീഷണിയുടെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു സമ്മർദ്ദത്തിന് മുമ്പിലോ അല്ലെങ്കിൽ സൽപ്പേര് നഷ്ടപ്പെടും, ചാനലിൽ വരും, പത്രത്തിൽ പേര് വരുമല്ലോ, പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാൽ പെരുമാറ്റം കേട്ടുമ്പോൾ കട്ടിലിനടിയിൽ കയറി ഒളിക്കുന്ന അങ്ങനത്തെ ഒരു ഭയത്തിൻ്റെ, അങ്ങനത്തെ ഒരു ജീവിതത്തിൻ്റെ ഒരു വഴിയിലേക്കല്ല നമ്മുടെ കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകി നമ്മളെ ഉയർത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ ഓർമ്മപ്പെടുന്നത് ഇങ്ങനെയാണ്: സ്വന്തം നില മറന്ന് ഒരു ഉപദേശവും കൊടുക്കരുത്, സ്വന്തം നില മറന്ന് ഒരു നിലപാടും എടുക്കരുത്, സ്വന്തം നില മറന്ന് ഒരു സന്തോഷം സ്വീകരിക്കരുത്, സ്വന്തം നില മറന്ന് ഒരു സ്ഥാനമാനങ്ങളും സ്വീകരിക്കരുത്, ഒരു ദൈവവിശ്വാസിക്ക് അനുവദനീയമല്ലാത്ത ഒന്നും സ്വീകരിക്കരുത്. ഏസാവ് ഒരു നേരത്തെ ഭക്ഷണം കടിഞ്ഞൂൽ പുത്രസാനം വിറ്റ് വാങ്ങിയതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തന്നിരിക്കുന്ന ഈ വിശുദ്ധ ജീവിതം, ഈ വിശുദ്ധിയുടെ വെള്ളവസ്ത്രം, അതൊക്കെ വിറ്റ് തൊലച്ച് ഈ ലോകത്തിൻ്റെ ചെറിയ ചെറിയ നേട്ടങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും മേടിച്ച് ജീവിതം ദൈവത്തിന് മുമ്പിൽ സൊദോം ഗൊമോറ പോലെ നിത്യമായ നാശത്തിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കരുതെന്ന് വിശുദ്ധ യൂദാസ് ലേഖനത്തിൽ 1-ാം അധ്യായം 6-7 തിരുലിഖിതങ്ങളിൽ നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. വചനത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്: സ്വന്തം നിലമറന്ന് തങ്ങളുടേതായ വാസസ്ഥാനം വിട്ടുകളഞ്ഞ ആ മാലാഖമാരെ മഹാദിനത്തിലെ വിധി വരെ അവിടുന്ന് നിത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ഓർമ്മിക്കുവീൻ. സൊദോം ഗൊമോറ പട്ടണങ്ങളെ, അവയെ അനുകരിച്ച് ഭോഗാസക്തി വ്യഭിചാരത്തിൽ മുഴുകിയ ചുറ്റുമുള്ള പട്ടണങ്ങളെയും നിത്യാഗ്നിയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി എല്ലാവർക്കും അവിടുന്ന് ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നുവെന്ന് ഓർമ്മിക്കുവീൻ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം: കർത്താവേ, അങ്ങയുടെ മുമ്പിൽ അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കുന്നതിൽ അഭിമാനത്തോടെ മുന്നോട്ട് പോകാൻ, അനുദിനം ആത്മീയമായി എന്നെ വളർത്താൻ, ആത്മീയമായി ശക്തി പ്രാപിക്കാൻ എൻ്റെ മേൽ ആത്മാവിൻ്റെ അഭിഷേകം നൽകണമേ. ആരാധന എഴുന്നള്ളിച്ച് വെച്ച് 2 കരങ്ങൾ ഉയർത്തി മക്കളെ ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇരു കരങ്ങളും നന്നായിട്ട് ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന സർവ്വ മക്കളുടെ മേലും കുടുംബങ്ങളുടെ മേലും അവിടുന്ന് വ്യാപരിച്ച് തിരിച്ചറിവ് നൽകണമേ. ജീവിക്കും ദൈവത്തിൽ ആരൂപിയേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ പതിക്കേണമേ. 2 കരങ്ങൾ ഉയർത്തി ദൈവത്തിൽ ആരൂപിയേ, ഓ മൈറ്റി അനോയിന്റിംഗ്, ഞങ്ങളിൽ പതിക്കേണമേ. കുടുംബത്തിലേക്ക് നിറയണമേ. ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ, ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ. കരങ്ങൾ ഉയർത്തി ആശീർവാദം സ്വീകരിച്ച് ഹൃദയം നുറുങ്ങി ഉറക്കെ വിളിക്കുന്നു: ഓ മഹത്വത്തിന്റെ ആത്മാവേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു: അരൂപിയേ, ശക്തിയുടെ ആത്മാവേ, നിറയണമേ, 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 നിറയണമേ. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ, വ്യത്യാസപ്പെടുത്തണമേ. സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ, സ്നേഹം താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഉപയോഗിക്കൂ. ഹല്ലേലൂയ, മറനാഥാ. Come, Lord Jesus.